രാഹുൽ ഗാന്ധിയുടെ മൂക്കിടിച്ച് പൊട്ടിച്ച് കുറേ 10-20 കുട്ടികൾ മരിച്ചു. അപ്പം നമ്മളിത് ചെയ്യുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. പിന്തിരിഞ്ഞാൽ നമുക്ക് MP പറഞ്ഞ കേട്ടേ പറ്റുള്ളൂ. അത് ഞങ്ങൾ അനുസരണയോടെ കേൾക്കും. നമസ്കാരം. CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇക്കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെത്തിയത്. ഇതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ അടക്കമുള്ളവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കൾ നിലവിലിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെമ്പാടും കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നിലവിലിപ്പോൾ തലസ്ഥാനത്ത് ലോക് ഭവന് മുൻപിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാർച്ച് നടത്തുകയുണ്ടായി. ജബി മേത്ര അടക്കമുള്ളവർ നേതൃത്വം നൽകിയാണ് ഇത്തരത്തിലൊരു മാർച്ച് നടന്നത്. എന്നാൽ ഈ മാർച്ചിൽ വളരെ കൗതുകകരമായ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു. പോലീസ് ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബാരിക്കേഡ് ഇവിടെ റോഡിന് ക്രോസ് ചെയ്ത് നിർമ്മിച്ചത്. അതായത് 2 ലെയറായിട്ടാണ് ഈ ഒരു ബാരിക്കേഡ് വെച്ചത്. പോലീസിൻ്റെ കെട്ട് എല്ലാവർക്കും നമുക്കറിയാം. ഇതാ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ആ കെട്ട് ഈ പ്രതിഷേധത്തിന് ശേഷം നിലവിലിപ്പോൾ അഴിക്കുകയാണ്. ഏറെ പരിശ്രമിച്ചുകൊണ്ടാണ് ആ കെട്ട് അഴിക്കുന്നത്. കാരണം നല്ല ബലത്തോടു കൂടിയാണ് ആ ഒരു കെട്ട് കെട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന് എത്തിയപ്പോൾ ഇതാ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ മരത്തിൽ കെട്ടിയിരുന്ന കെട്ട് അവർ കടിച്ചും അതുകൂടാതെ ഈ മരത്തിൻ്റെ കഷ്ണം ഉപയോഗിച്ച്, അതായത് സ്കെയില് പോലുള്ള ഒരു കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് അത് മുറിക്കാനുള്ള ശ്രമവും നടത്തി. എന്തായാലും കടിച്ചും വലിച്ചും ആ ഒരു കയർ ഒടുവിൽ അഴിക്കുകയായിരുന്നു. പോലീസുകാർ മറുവശത്ത് നിന്ന് പറയുന്നുണ്ട്, അതായത് ഇത് വേറെ വകുപ്പാണ്, അകത്ത് പോകേണ്ടി വരും, ലോക് ഭവനിലേക്കുള്ള മാർച്ചാണ്, അതുകൊണ്ട് പോലീസ് കെട്ടിയ ഈ ഒരു ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന കയർ നിങ്ങൾക്ക് അഴിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ സാധിച്ചാൽ തന്നെ നിയമപരമായ മറ്റു കുരുക്കുകളിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആ കെട്ട് അങ്ങ് അഴിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ഇതുകൊണ്ടാണ് ഈ മരം കൊണ്ട് എങ്ങനെ മുറിച്ചു എന്നുള്ളതാണ്. അതെന്തോ അപ്പോഴത്തെ ഒരു ഇതൊന്നും അപ്പോഴും സാധിച്ചോ അപ്പോൾ ചെയ്തു. വലിയ കെട്ടായിരുന്നല്ലോ അത്, പോലീസിന്റെ കെട്ട് വമ്പം കെട്ടായിരുന്നു. കാരണം ആർക്കും അങ്ങനെ പൊളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെ ശക്തിയും അതേപോലെ തന്നെ. ഇനി ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ചെയ്യും. പിന്നീട് എന്താ അഴിക്കാത്തത്? പോലീസ് എന്താ കുഴപ്പമില്ല. രാഹുൽ ഗാന്ധിയുടെ മൂക്കിടിച്ച് പൊട്ടിച്ച് കുറേ 10-20 കുട്ടികൾ മരിച്ചു. അപ്പം നമ്മളിത് ചെയ്യുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഏറ്റവും അവസാനം പിന്തിരിഞ്ഞാൽ നമുക്ക് MP പറഞ്ഞ കേട്ടേ പറ്റുള്ളൂ. അത് ഞങ്ങൾ അനുസരണയോടെ കേൾക്കും. ശരി, എന്തായാലും പോലീസിന്റെ കെട്ടെന്തായാലും പൊട്ടിച്ചേ.
എന്തായാലും പോലീസിൻ്റെ കെട്ട് പൊട്ടിച്ച കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. സമരങ്ങളിൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ ഇത്തരത്തിൽ അപൂർവമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇന്ന് ലോക് ഭവന് മുൻപിൽ അതാണ് നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മരത്തിലെ കെട്ടാണ്, വമ്പൻ കെട്ടാണ്. 5ഓ 6ഓ ചുറ്റിയ വലിയ വമ്പൻ കെട്ടാണ്. അതായത് കുരുക്കിട്ട് കെട്ടിയ കെട്ടായിരുന്നു. ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അക്ഷീണ പ്രവർത്തനം മൂലം, അതായത് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ അഴിച്ചു മാറ്റിയത്. പോലീസ് വലിയ ബലത്തോടുകൂടി കെട്ടിയൊരു കെട്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ സിമ്പിളായി തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചു മാറ്റിയത്. 2 പ്രവർത്തകരാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. അവർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയെ ആക്രമിച്ച ഒരുത്തനെയും വിടില്ല എന്നുള്ള സൂചന എന്ന് തന്നെയാണ് ഈ ഒരു പ്രവർത്തകർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം ഈ കെട്ട് പൂർണ്ണമായും അഴിക്കുന്നു. അഴിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായ ഗായത്രി വരികയും ഇത് അഴിക്കരുത്, നിങ്ങൾ പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു അവർ കെട്ടഴിക്കുന്ന ഈ ഒരു പ്രവൃത്തി നിർത്തിയത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.